ഗായ്സ് ദിസ് ഈസ് ഇറ്റ്. എൻ്റെ പൊന്നോ, ഇതൊന്ന് വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ KFC ചിക്കൻ വേണ്ടാന്നങ്ങ് വെക്കും ശരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. ഇത് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ലോകത്തിൽ ആർക്കും ഉണ്ടാക്കാൻ പറ്റും എന്ന് മാത്രം വിശ്വസിച്ചാൽ മതി. പിന്നെ ഇവിടെ ഞാൻ ഇടുന്ന സാധനങ്ങൾ തന്നെ ഇടണം എന്നൊരു നിർബന്ധമില്ല. എനിക്ക് തോന്നിയതെല്ലാം ഞാൻ ഇട്ടു. പക്ഷേ ഇതിന് നിർബന്ധമുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം നമ്മൾ ആദ്യം ഇട്ടിരിക്കുന്ന മുട്ട, സോയാ സോസ്, ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, ഒരേഗാനോ, ചില്ലി ഫ്ലേക്സ്, പിന്നെ ബ്ലാക്ക് പെപ്പർ, ഉപ്പ്, ഇതാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിലും ബ്ലാക്ക് പെപ്പറും ഉപ്പും മുട്ടയും മാത്രം ഇട്ടാൽ മതി. ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്നിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഇഞ്ചിയും വെളുത്തുള്ളി, നമ്മുടെ നാടൻ KFC ആണേ, നമ്മൾ മലയാളികളല്ലേ. എന്നിട്ട് ഇതെല്ലാം ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് മുക്കി വെക്കുക. ഏകദേശം 45 minutes to 1 hour ഞാൻ ഇതിൻ്റെ അകത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന ഇൻഗ്രീഡിയൻസ് മസ്റ്റ് ടു ഹാവ് ആണ്. ഇതിന് ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈദയും കോൺഫ്ലവറും ഉപ്പുമാണ്. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് വെക്കുക. പക്ഷേ ഞാനിവിടെ ഒരു സാധനം, ഒരു രാജാവിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതാണ് ഗൈസ്, വെളിച്ചെണ്ണ. ഞാൻ പറഞ്ഞു സൺഫ്ലവറിൽ പൊരിക്കാം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, നിൻ്റെ ജീവൻ എന്താ, 500-600 രൂപയുടെ വിലയുള്ളൂ, നീ ധൈര്യമായിട്ട് ചിക്കൻ എണ്ണയിൽ പൊരിച്ചോ, വെളിച്ചെണ്ണയിൽ പൊരിച്ചോ. അതാണ്ടാ എൻ്റെ അമ്മ. അപ്പം നമ്മൾ വീണ്ടും ഈ പറഞ്ഞ മാരിനേറ്റ് ചെയ്തതെന്ന് ചിക്കൻ മാറ്റി വെച്ചിട്ട് ആ ഗ്രേവിയിൽ മുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഡിപ്പ് ചെയ്യണം. ഗ്രേവി ഡിപ്പ് ചെയ്യണം, മൈദ ഇടണം, മൈദ ഇട്ടതിന് ശേഷം വീണ്ടും ഗ്രേവി ഡിപ്പ് ചെയ്യണം, വീണ്ടും മൈദ ഇടണം. അങ്ങനെ നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്ത് എടുക്കേണ്ടത്. കാരണം ചിക്കനും വേണം, മറ്റേ നമ്മൾ കോൺഫ്ലവർ ഇടുന്നതുകൊണ്ട് ക്രിസ്പി പെട്ടെന്നാവും. നമുക്കതല്ലേ വേണ്ടത്, ചിക്കനും വേണം നന്നായിട്ട്. അപ്പം നമ്മളത് തിരിച്ചും മറിച്ചും നന്നായിട്ട് ഇട്ട് എടുത്തതിന് ശേഷം തീർന്നു, റെഡി ഗൈസ്. അപ്പം ഞാൻ ഇതിലെല്ലാം ഡിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കഴിക്കാനായിട്ട് ഡിപ്പ് യൂസ് ചെയ്യുന്നത് റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഈ ഡിപ്പ് അമേസിങ് ആണ്. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ കമൻറ്റിൽ ഇട്ടേക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കണ്ടാൽ മതി കേട്ടോ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇനി ഞാൻ തിന്നുന്നത് എൻജോയ് ചെയ്തോ. എൻജോയ്